ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏത് എക്സാം, അതായത് ഹാദാണോ DH ആണോ MOH ആണോ ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാവുന്ന. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഹാദിൻ്റെ എക്സ്പീരിയൻസും അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ടിട്ടാണ്. അപ്പം നമ്മൾ ഏത് എക്സാം ആണെങ്കിലും നമ്മളതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങുന്നതിന് മുന്നേ മെയിനായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ ആദ്യമേ സെറ്റ് ചെയ്ത് വയ്ക്കണം. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് നല്ലൊരു അക്കാഡമിയും, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ഏജൻസി. ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ മൊത്തം പ്രോസസ്സുകൾ ഇരിക്കുന്നത്. അപ്പം ഇത് രണ്ടും നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് തന്നെ നമ്മൾ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ കഴിവതും നമ്മൾ പഠിക്കുന്ന അക്കാഡമിയിൽ തന്നെ കൊടുക്കാതെ ഇരിക്കുക. ഇങ്ങനെ ഡേറ്റാ ഫ്ലോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറേ ഏജൻസികളുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഏജൻസിയിൽ കൊടുത്തിട്ട് ഡേറ്റാ ഫ്ലോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റിൽ നമ്മൾ ഡേറ്റാ ഫ്ലോ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വേണ്ടതെന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിന് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യും. നമുക്ക് ഡേറ്റാ ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതായത് നമുക്ക് പോസ്റ്റായിട്ട് വീട്ടിൽ വരുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് വരുന്ന വരെ നമ്മൾ ഹാദിൻ്റെ ഡേറ്റാ ഫ്ലോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനും കൂടെ വെയിറ്റ് ചെയ്യുക. ഈ സർട്ടിഫിക്കറ്റ് എല്ലാം വന്നു, എല്ലാം റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഡേറ്റാ ഫ്ലോ ആണ്. അത് നമ്മൾ ഏജൻസിയെ കോൺടാക്ട് ചെയ്യുക, ഡേറ്റാ ഫ്ലോ ചെയ്യുക. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും എനിക്കൊന്നൊരു 1 മാസമാണ് അവർ സമയം പറയുന്നത്. എനിക്കതൊരു 10 ദിവസം കൊണ്ടായി. ചിലർക്ക് 1 മാസത്തിൽ കൂടുതൽ എടുക്കാനും ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഡേറ്റാ ഫ്ലോയുടെ റിപ്പോർട്ട് മെയിലായിട്ട് വരും. അങ്ങനെ മെയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രെഡൻഷ്യലാണ്. ക്രെഡൻഷ്യൽ ഇതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു കൊടുക്കുക. എന്നിട്ടൊരു എനിക്കൊരു ഒരാഴ്ച എടുത്തത്, ചിലർക്ക് അതിലും പെട്ടെന്ന് ഒരു 3 ദിവസം കൊണ്ടൊക്കെ കിട്ടും. ചിലർക്ക് ചിലപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലും എടുക്കും. ക്രെഡൻഷ്യലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ എക്സാം ഡേറ്റ് എടുക്കുക ആൻഡ് പോയി എക്സാം എഴുതുക എന്നുള്ളതേ ഉള്ളൂ. എക്സാം ഡേറ്റും ടൈമും സെൻറ്ററും ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് നോക്കി ചൂസ് ചെയ്യുക. ആൻഡ് ഈ എക്സാം എഴുതാൻ പോകുന്ന സമയം കൊണ്ട് നമ്മുടെ കോച്ചിങ് പക്കയായിരിക്കണം. നമ്മൾ എക്സാം എഴുതാനായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് വേണം നമ്മൾ പോകാനായിട്ട് സെൻറ്ററിലേക്ക്. ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എക്സാം ഫീസ് വരുന്നത് ഒരു 10,000 20,000 ഒക്കെ ഇടയ്ക്കായിട്ടായിരിക്കും എക്സാമിൻ്റെ മാത്രം ഫീസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു തവണ ഇപ്പോൾ ഫെയിലായാലും നമ്മൾ അടുത്ത തവണ ഡേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ എമൗണ്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഡേറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ കഴിവതും ഫസ്റ്റ് ട്രയൽ തന്നെ കിട്ടാനായിട്ട് പറ്റുന്ന പോണക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പോയി എക്സാം എഴുതുക. എക്സാം ഡേറ്റ് ഇപ്പോൾ ക്രെഡൻഷ്യൽ കഴിഞ്ഞാൽ ഉടനെ എക്സാം ഡേറ്റ് എടുക്കണമെന്നില്ല. ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഡേറ്റ് അല്ലെങ്കിൽ നമ്മൾ കോൺഫിഡൻ്റ് ആവുന്ന സമയം നോക്കിയിട്ട് പോയി ഡേറ്റ് എടുക്കുക. അങ്ങനെ എക്സാമും കൂടെ എഴുതി കഴിഞ്ഞ് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന പാടെ നമുക്ക് നമ്മുടെ റിസൾട്ടിൻ്റെ ആ ഒരു പേപ്പർ അത് നമുക്ക് കയ്യിലേക്ക് കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ പാസ്സായോ ഫെയിലായോ എന്നുള്ള കാര്യം. നമ്മൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങുന്ന പാടെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ പ്രോസസ്സിങ്ങും ബാക്കി എക്സാമിൻ്റെ കാര്യങ്ങളും എല്ലാം ഇവിടെ കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിസ എടുക്കുക, ടിക്കറ്റ് എടുക്കുക, നേരെ ഇങ്ങോട്ടേക്ക് കയറി പോരുക എന്നുള്ളതാണ്. ഈ കയറി പോരുന്നതിന് മുന്നേ നമ്മൾ വേറെ 2 കാര്യങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഗുഡ് സ്റ്റാൻഡിങ്ങിനും അതുപോലെ തന്നെ ക്രെഡൻഷ്യലിനും വാലിഡിറ്റി 6 മന്തേ ഉള്ളൂ. ക്രെഡൻഷ്യൽ ഇപ്പോൾ നമ്മൾ ചെയ്തു, എക്സാം എഴുതി 6 മന്തിനുള്ളിൽ നമ്മൾ ജോലിക്ക് കയറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ക്രെഡൻഷ്യൽ റിന്യൂ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഗുഡ് സ്റ്റാൻഡിങ്ങിനാണെങ്കിലും 6 മന്തേ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ നമ്മൾ കയറി പോരുന്നത് ആ ഒരു 5 മാസം ഒക്കെ ആയി ക്രെഡൻഷ്യലും അതുപോലെ തന്നെ ഗുഡ് സ്റ്റാൻഡിങ്ങും ഒക്കെ ഒരു 5 മാസം ഓൾറെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റീഅപ്ലൈ ചെയ്യുന്ന കാര്യം നമ്മുടെ ഏജൻറ്റുമായിട്ട് സംസാരിച്ച് എങ്ങനെയാണെന്ന് എല്ലാം ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ കയറി പോരാവുള്ളൂ. കാര്യം ഇതിന് രണ്ടിനും നമുക്ക് വാലിഡിറ്റി വേണം. അത് ഗുഡ് സ്റ്റാൻഡിങ് ആണെങ്കിലും നമുക്കിവിടെ ലൈസൻസ് ആക്ടിവേഷനൊക്കെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എന്തായാലും വേണം. അപ്പോൾ അത് നോക്കുക. അതും പക്കയാണ്, എല്ലാം റെഡിയാക്കുക, നേരെ കയറി പോരുക. ആൻഡ് കയറി പോരുന്ന സമയത്ത് വേറൊരു കാര്യവും കൂടെ എന്ന് പറയുന്നത് ATS ഫ്രണ്ട്ലി CV സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള കാര്യം. നമ്മൾ ഒരു വിസിറ്റ് വിസ ആണെന്നുണ്ടെങ്കിലും ഒരു 60 days 2 മാസത്തെ സമയമേ നമുക്ക് വിസിറ്റ് വിസയിലുള്ളൂ. ഈ 2 മാസം കൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് വേണം നമുക്ക് പോയി CV ഡ്രോപ്പ് ചെയ്ത് മെയിലുകൾ അയച്ച് ജോലി കണ്ടുപിടിക്കാൻ. അപ്പം നമ്മൾ ഈ വന്നു കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമുക്കൊരു ATS ഫ്രണ്ട്ലി CVയും കൂടെ ഉണ്ടാക്കാനുള്ള സമയമില്ല. അപ്പം നമുക്ക് നാട്ടിലുള്ള സമയത്ത് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിവതും നാട്ടിൽ നിന്ന് തന്നെ ഒരു CV സെറ്റ് ചെയ്തിട്ട് വരിക. നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് സിം എടുത്തു കഴിയുമ്പോൾ ആ നമ്പർ എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ട് നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള ടൈപ്പിംഗ് സെൻറ്ററുണ്ട്. നമുക്ക് പ്രിൻ്റ് എടുക്കുന്നതിനൊന്നും പ്രശ്നമില്ല. അപ്പം ബാക്കി CVയും സംഭവങ്ങളും എല്ലാം അവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമ്പർ എടുത്തിട്ട് നമ്പർ ആഡ് ചെയ്യുക. ആൻഡ് CVയുടെ കുറേ പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ട് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇറങ്ങിയിട്ട് ഇവിടെ ഇഷ്ടം പോണക്ക് മെഡിക്കൽ സെൻറ്റേഴ്സും ഹോസ്പിറ്റൽസും ഒക്കെ ഉണ്ട്. നമ്മൾ ചെന്നിട്ട് റിസപ്ഷനിൽ CV ഡ്രോപ്പ് ചെയ്യാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ നിന്ന് CV വാങ്ങും. എനിക്കൊന്ന് കുറേ മെഡിക്കൽ സെൻറ്ററിലും ഹോസ്പിറ്റൽസിലും ഒക്കെ വാങ്ങും. ഇനി വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവരോട് മെയിൽ ID ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് മെയിൽ ID തരും. ചിലർ പറയും ഇപ്പോൾ വെബ്സൈറ്റ് ത്രൂ ആണെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് പറയും CV വാങ്ങില്ല, വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്താൽ മതി എന്നൊക്കെ നമ്മളോട് അവർ പറയും. എന്നിട്ട് നമ്മളങ്ങനെ മാക്സിമം മെയിൽ IDസും കളക്ട് ചെയ്യുക.
പിന്നെ ഇൻഡീഡ്, ലിങ്ക്ഡിൻ, നൗക്കരി ഗൾഫ് അങ്ങനത്തെ ആപ്പുകളുണ്ട്. അങ്ങനത്തെ ആപ്പുകളിലൊക്കെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ റീൽസിലൊക്കെ കാണുമല്ലോ ഇങ്ങനെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് വരുന്നതൊക്കെ കാണുമ്പോൾ വെബ്സൈറ്റ്സിൽ പോയിട്ട് അവിടെ അപ്ലൈ ചെയ്യുക. കൂടുതൽ നമ്മൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഏജൻസി ത്രൂ നമ്മൾ വരേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് വിസിറ്റ് വിസ എടുക്കുക, ഇവിടെ വരിക, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ആപ്പുകളിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുക. അതുകൊണ്ട് ഡയറക്റ്റ് CV കൊടുക്കുക. പിന്നെ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കഴിവതും ഒരു മോർണിംഗ് ടൈം ഒരു മാക്സിമം ഒരു 10:30, 8 to 10:30 ആ സമയത്തിനുള്ളിൽ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന കണക്ക് അപ്ലൈ ചെയ്യുക. അതുകൊണ്ട് തന്നെ മെയിലുകളാണെങ്കിലും മെയിൽ IDs കളക്ട് ചെയ്യുക. മെയിൽ IDs കളക്ട് ചെയ്തിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ രാവിലെ 8:15, 8:30 സമയത്തേക്കൊക്കെ മെയിൽസ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. ഹോസ്പിറ്റൽസിൻ്റെ ഒക്കെ മെയിൽ IDs കിട്ടും, അതിനകത്തോട്ടൊക്കെ മെയിലുകൾ അയക്കാം. അപ്പം അതൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂവിന് വിളിക്കാതിരിക്കത്തില്ല. ഞാൻ ജോലിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ എൻ്റെ എക്സ്പീരിയൻസും ഒക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പം അതിനെക്കുറിച്ച് അറിയാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടൻറ്റുകൾ കൂടുതൽ അറിയാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ എനിക്ക് അത് ത്രൂ മെസ്സേജ് ഇട്ടാലും മതി. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.